നിങ്ങൾ എല്ലാവരും ഈ വാർത്ത കേട്ടിട്ടുണ്ടാവും. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട സ്ത്രീ അതാരാണെന്ന് അറിയില്ല, തിരച്ചിൽ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടിപൊളിയല്ലേ? എന്തുവാടെ ഇത്? ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ആർക്കെങ്കിലും എന്തും പറയാം എന്നുള്ള ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാള് ഇപ്പൊ ജയിലിൽ നിരാഹാരം കിടക്കുന്നുണ്ട്, ആശുപത്രിയിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? അയാളെ പോലും പുച്ഛിക്കുകയാണ് ഇവിടെയുള്ള ഒരു കൂട്ടം പുരുഷന്മാര് തന്നെ, കുല പുരുഷന്മാര്. അവർ ശരിക്കും വിഡ്ഢികളാണെന്ന് എനിക്ക് പറയേണ്ടി വരും. രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് എന്തിനാണെന്ന് ഇനിയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു ആണ് പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതിപ്പെട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ തന്നെ ആരാണെന്ന് മനസ്സിലാവില്ലേ? ആരാണ് ആ പെൺകുട്ടി എന്ന് അറിയില്ല പോലും. കൊള്ളാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസ് എന്താണ്? ഒരു സ്ത്രീ, ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീ നിലവിലൊരു ഭർത്താവ് നിലനിൽക്കെ, അയാൾ ഡൈവോഴ്സ് പോലും ചെയ്തിട്ടില്ല, മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പ്രഗ്നന്റ് ആകുന്നു. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിനെ കൊല്ലുമെന്നും നിന്നെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റി അവിടെ നിൽക്കുന്നു. അതൊക്കെ ഗുരുതരമാണ് എന്ന് നമുക്കറിയാം. എന്നാലും അത് അവിടെ നിൽക്കട്ടെ. ചില ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ ന്യായീകരിക്കുമോ എന്നുള്ളത്. എനിക്കതാണ് ചോദിക്കാനുള്ളത്. ആ ഭർത്താവിന്റെ ആ ഒരു ജീവൻ ഒരു വാല്യൂ ഇല്ലടോ, ഒരു പുരുഷനല്ലേ? അപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞത് രണ്ട് പുരുഷന്മാരെയാണ് വഞ്ചിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അവിടെ രാഹുൽ ഈശ്വർ ജയിലിലായിപ്പോയി. അദ്ദേഹം അറിയാതെ പോയൊരു കാര്യമുണ്ട്. മൊഴിയിൽ അല്ലെങ്കിൽ ജാമ്യ അപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ ജയിലിലായതുകൊണ്ട് അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, ഒരു കൂട്ടം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇവിടെ വ്യാജ പരാതികൾ ഇന്നോ ഇന്നലെ തുടങ്ങിയെന്നല്ല, ഇഷ്ടം പോലെ വ്യാജ പരാതികൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു പെൺകുട്ടി പരാതിപ്പെട്ടു, നിങ്ങളത് കേട്ടതാണല്ലോ. 23 വയസ്സുള്ള ഒരു പെൺകുട്ടി അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഫെനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ടുള്ള മനുഷ്യൻ കൊണ്ടുപോയിട്ട് ഒരു റിസോർട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് ലൈംഗികമായി ഉപയോഗിക്കുന്നു. അതിനിടയിൽ തനിക്ക് എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോൾ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞത് മാറിയപ്പോൾ വീണ്ടും ഉപയോഗിച്ചു. പിന്നീട് നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല, എനിക്ക് സുഹൃത്തായിട്ട് നിലനിർത്താനേ കഴിയുള്ളൂ, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലുള്ളത്. അവർ പരാതി കൊടുക്കുന്നത് KPCCക്കൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. KPCCക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസുകളിലും പരാതി കൊടുക്കുക എന്നുള്ളതാണ് അത്രേ. കൊള്ളാം. എന്തായാലും ആളെ കാണാനില്ല, ആള് മുങ്ങി. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ജയിലിലാണ്, നിരാഹാര സത്യാഗ്രഹം ഇരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ആശുപത്രിയിലാണ്. ഇവിടെ ജാമ്യാപേക്ഷ തള്ളുമോ തള്ളില്ലയോ എന്ന് കാര്യം അറിയില്ല. അവരുടെ അഭിഭാഷകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് ഒന്ന് കാണാം കേട്ടോ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസാണെന്ന് അഭിഭാഷകൻ അലക്സ് കെ ജോൺ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, സെക്ഷലി മാർക്ക്ഡ് റിമാർക്സ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പദപ്രയോഗം കൊണ്ട് ഒരാളെ സമൂഹ മധ്യത്തിൽ അവമാനിക്കുന്നതാണ് സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എവിടെങ്കിലും അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഏതെങ്കിലും ലിങ്കിന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹം പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭാഷണം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു പേരോ ഒരു നാളോ ഒരു ജാതകമോ ഒരു ഫോട്ടോയോ ഒന്നും ആള് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അയാളെ എങ്ങനെയെങ്കിലും അകത്തിട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നുള്ള ധാരണക്ക് പുറത്താണെന്നുള്ളതാണ്. പക്ഷെ രാഹുൽ ഈശ്വർ പുറത്തു വന്നു കഴിഞ്ഞാൽ കുറച്ച് സത്യങ്ങൾ കൂടി മനസ്സിലാക്കും എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പല ആളുകളും രാഹുൽ മാങ്കൂട്ടം കുറച്ച് ഗൂഢത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചു തരുന്നുണ്ട്. ഇപ്പോ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി തന്നെ അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രാഹുൽ ഈശ്വർ പുറത്തു വന്നാലേ അദ്ദേഹം അറിയാൻ കഴിയുള്ളൂ. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാജ പരാതികളിൽ പെടുന്ന ഒരു കൂട്ടം പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു വാർത്തയാണ്, അതൊന്ന് കാണിച്ചു തരാം. SIT പരാതിക്കാരെ കണ്ടെത്തി മൊഴിയെടുക്കും.
ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ എത്തിയ പുതിയ പരാതി, അത് കോൺഗ്രസ് നേതൃത്വത്തിനെത്തിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. ഇപ്പോൾ ആ പരാതി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘത്തിന് DGP കൈമാറിയിരിക്കുകയാണ്. ആ വിവരങ്ങളും നമുക്ക് അരുൺകുമാറിനോട് ചോദിക്കാം. അരുൺ, പരാതിയുമായി മുന്നോട്ട് പോകാൻ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതുവരെയും ഈ പരാതിക്കാരി പറഞ്ഞതായി നമുക്കറിയാൻ കഴിയുന്നത്. ഇതിലുള്ള മേൽ നടപടികൾ, ഇപ്പോൾ SITക്ക് കൈമാറിയ ആ പരാതിയിൽ മേൽ നടപടികൾ എങ്ങനെയായിരിക്കും? ഇന്നലെ രാത്രിയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ കൈവശം KPCC പ്രസിഡന്റ് കൈമാറിയിട്ടുള്ള ഇമെയിൽ പരാതി ലഭിച്ചത്. അപ്പോൾ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ റവാഡ ചന്ദ്രശേഖർ ചർച്ച നടത്തിയിരുന്നു. രണ്ട് കാര്യങ്ങളാണ് പോലീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പരാതിയാണ്. ഒന്നെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത്, കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളിൽ കോടതിയുടെ ചില കണ്ടെത്തലുകളും കോടതിയുടെ ചില നിർദ്ദേശങ്ങളൊക്കെ മുമ്പിലുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുക. പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന പ്രതിക്കെതിരെ ഒരു നടപടിയൊന്നും സ്വീകരിക്കാതെ ഈ പറയുന്ന സ്ത്രീയെ കണ്ടെത്തുക, ഈ പരാതി പറഞ്ഞ സ്ത്രീയെ കണ്ടെത്തുക. അതിൽ ഈ സ്ത്രീയുടെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. പേരോ വിലാസമോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു ബ്ലാക്ക്ബെറി ഫോണിൽ നിന്നും പോയിട്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം മാത്രമാണുള്ളത്. അതുവഴി സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഈ പരാതിക്കാരിയിലേക്കോ ഈ പരാതിക്കാരിക്ക് വേണ്ടി പരാതി അയച്ച വ്യക്തിയിലേക്കോ ചെന്നെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് പോലീസിനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോവുക. പരാതിക്കാരിക്ക് താല്പര്യമില്ലെങ്കിലോ പരാതിക്കാരിയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലോ ആ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുക. അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ഈ പരാതിക്കാരിയെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന പ്രതികളുടെ, കാരണം 2023 അവസാനമൊക്കെയാണ് ഈ സൗഹൃദം തുടങ്ങിയതും പിന്നീടാണ് ഈ പറയുന്ന പീഡനം നടന്നതെന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമായിട്ടുള്ളത്. 2023 ഡിസംബറിലാണ് ഇങ്ങനെ ഒരു പീഡനം നടന്നത്. 2024 കഴിഞ്ഞ് 2025 ഡിസംബറാണ് ഇപ്പോൾ. ഇത്രയും വർഷം, 2 വർഷം ഇവരെവിടെയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആരാണ് മെയിൽ അയച്ചെന്ന് അറിയില്ല. ബ്ലാക്ക്ബെറി എന്ന മൊബൈൽ ഫോൺ ഇന്ത്യയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോൺ ബ്ലാക്ക്ബെറി സിം ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു മൂലയിൽ ഇട്ടിരിക്കുകയാണ്. ഒരിക്കൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണല്ലോ ആ ഒരു മൊബൈൽ ഫോണുകളെല്ലാം ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നത്. അതറിയില്ല. ഓക്കെ, ഇവിടെ ആരാണ് പരാതിപ്പെട്ടത്, ആരാണ് ഇതിന് പിന്നിൽ, ഇതൊന്നും അറിയില്ലേ. ഒരു 2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ആ പരാതിപ്പെട്ട ആളുകളെ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തള്ളിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. കാരണം വ്യക്തമാക്കിയിട്ട് അതിൽ പറയുന്ന ഒരു കാര്യം, എന്റെ പേരും നാളും അതൊന്നും എവിടെയും പറയരുത്, എനിക്ക് പരാതിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പരാതിയില്ലാത്ത ഒരാൾ എന്തിനാണ് KPCCയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ഊമക്കത്തയക്കുന്നത്? അപ്പൊ ഇതിന്റെ പിന്നിൽ ആളുണ്ടോ, അതോ വല്ല ആണുങ്ങളുമാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചരടുവലിയാണോ? അത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇനി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി, അയാൾ ആശുപത്രിയിലാണ്. 24 ന്യൂസ് അത് കൊടുത്ത രീതി ഒന്ന് കേൾപ്പിച്ചു തരാം. പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു രാഹുൽ ഈശ്വറിനെ. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് പോലീസ് കസ്റ്റഡി. V4 വിക്ടറി എന്നുള്ള ആ സംഭവം തുടക്കം മുതൽ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ രാഹുൽ ഈശ്വർ കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളെ. മാധ്യമ ക്യാമറ കാണുമ്പോൾ തന്നെ ആ V4 വിക്ടറി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് കാണിക്കുന്നുണ്ട്. മെൻസ് കമ്മീഷന്റെ ടീഷർട്ട് ഇട്ടാണ് രാഹുൽ ഈശ്വർ ഈ പറയുന്ന അറസ്റ്റും ഈ വ്യവഹാര വഴിയും ഒക്കെ ഈ പറഞ്ഞ മെൻസ് കമ്മീഷന്റെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാനൊക്കെ രാഹുൽ ഈശ്വർ ഡ്രിപ്പിട്ട് കിടക്കാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നിരാഹാര സമരമായിരുന്നു. വാട്ടർ ഡയറ്റോ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. വെള്ളം മാത്രം കുടിച്ചിരുന്ന നിരാഹാര സമരമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നുള്ള ക്ഷീണിതനായിട്ടുണ്ടോ എന്ന കാര്യവും അറിയില്ല. പോലീസ് അവിടെയുണ്ട്. ആശുപത്രിയിലുള്ള രാഹുൽ ഈശ്വറിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഈശ്വർ അവിടെ കിടക്കട്ടെ. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയാൽ രാഹുൽ ഈശ്വർ അവിടെ കിടക്കട്ടെ. ഇവിടെയുള്ള മാധ്യമങ്ങൾക്കൊരു ധാരണയുണ്ട്. അതായത് എന്തും വിളിച്ചു പറഞ്ഞാൽ കാണാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളത്. രാഹുൽ ഈശ്വർ ഇന്ന് ശബ്ദിക്കുന്നത് നിങ്ങൾക്കൊക്കെ കൂടിയാണ് എന്നുള്ള ബോധം ഉള്ളത് നല്ലതാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഒരു വ്യാജ പരാതി കൊടുത്താലോ നമ്മൾ നേരെ ജയിലിനകത്ത് പോകുന്നുണ്ട് അല്ലേ? ഇതിനൊരു തടസ്സം വരണം. ഇതിനു വേണ്ടിയിട്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു സമര രീതിയുമായി മുന്നോട്ട് വരുന്നത്. ഇപ്പോ വീണ്ടും വിഷ്ണുലോകം തന്നെയാണ്. കിട്ടിയ അവസരം മുതലെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതം കൊണ്ടൊരു കാര്യമില്ല നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കോടതി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളെ ക്രൂശിക്കുന്നത് നിർത്തുക തന്നെ വേണം. ഇനി എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് പറയാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലെല്ലാം എത്തിച്ചു കഴിഞ്ഞു. നാളെയാണ് ഇതിനൊരു വിധി. വേണമെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് കോടതി പറയുന്നത്. അത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. പിന്നെ ഒരു ഭാഗം മാത്രം ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു, ഒരു ഭാഗം മാത്രം നന്മയുള്ളതാണ് എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിൽ നന്മയുണ്ടെങ്കിൽ അതിന്റെ കൂടെ ചത്താലും പിന്നോട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കും.
ഇപ്പൊ എനിക്ക് വന്ന കമന്റുകളിലുള്ള പലതും അങ്ങനെയാണെന്നുള്ളതാണ്. നക്കാൻ കിട്ടിയോ എവിടെ നിന്നെങ്കിലും എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് നക്കാൻ എവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊന്നും വേണ്ട താനും. എന്റെ നിലപാടുകൾ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് ഞാൻ പോകാറ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായിട്ടും നല്ലവനാണ് എന്ന് ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല. കാരണം അയാൾ എത്തരത്തിലുള്ള ആളാണ് എന്ന് സോഷ്യൽ മീഡിയ നോക്കിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറയും. അപ്പൊ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന പല ആളുകളും പല അലിഗേഷൻസുമായിട്ട് രംഗത്ത് വരുന്നതും കാണുന്നുണ്ട്. സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ചില സ്ത്രീകൾ നമ്മളെ മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങി അപമാനിക്കുന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ തിരിച്ച് പറയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. തെറി എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് വിളിക്കുന്ന ആളുകൾ ഒന്നും ഓർക്കുക, നിങ്ങൾ അത് കണ്ണാടിയിൽ നോക്കി വിളിക്കുകയാണ് എന്നുള്ള ധാരണയിൽ വിളിച്ചുകൊള്ളുക. അപ്പൊ വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.